വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊല്ലം KMLL കരാർ കമ്പനി നടത്തുന്ന ESI തട്ടിപ്പിനെതിരായ പരാതിക്കാരൻ ബിലാലിന് ഭീഷണി. കരാർ കമ്പനിയായ അമൃത ബിൽഡേഴ്സിനെതിരായ പരാതിയിൽ നിന്നും പിന്മാറണമെന്നും ഇല്ലെങ്കിൽ റിട്ടൻഷൻ പണം നൽകില്ലെന്നും മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന്റെ തൊഴിലാളി യൂണിയൻ നേതാക്കളായ യൂസഫ് വടുതല, കിണറുവിള സലാഹുദ്ദീൻ എന്നിവരാണ് ഭീഷണി മുഴക്കിയത്. ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് ഇന്ന് വിഷ്ണുവിനെയും വിളിച്ചു വരുത്തി നമുക്ക് ഇവിടെ ഇരുന്ന് നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇടപാട് വേണ്ടില്ല. എനിക്ക് കമ്പനിയായിട്ട് ആ ഇടപാട് ഇതാക്കി തന്നോളൂ. കമ്പനി കൊടുത്തേക്കുന്ന പരാതിയല്ലേ. അപ്പൊ നീ ഞങ്ങൾ വിളിക്കുന്നിടത്ത് വരാനോ ഈ കാര്യങ്ങൾ സംസാരിക്കാനോ നീ ഇക്ക വേറെന്ത് കാര്യമാണെങ്കിലും സംസാരിക്കാൻ ഞാൻ വരും. പക്ഷേ ഈ അമൃതയുടെ കേസ് പിൻവലിക്കുക എന്നുള്ള കേസ് ഒഴിച്ച് ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും ഞാൻ വരും. പക്ഷെ ഈ ഒരു കേസിന് ഞാൻ വരുത്തില്ല. ഈ നേതാക്കളിൽ നിന്നും തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് ബിലാൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഇപ്പോഴത്തെ പുതിയ STUവിൻ്റെ ഭരണാധികാരികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന വടുതല യൂസഫ്, ശ്രീകണ്ഠൻ, കിണറുവിള സലാഹ് ഇവരെല്ലാവരുമാണ് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. പിന്നെ എന്നിട്ട് INDUs അവർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ഈ INDUsയുടെ കോലത്ത് വേണുള്ള വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരു ആളാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മേളിൽ നിന്ന് വിളി വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് ഇവരെൻ്റെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഷമീർ അബ്ദുൽ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ഈ പരാതി നൽകിയതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടാകുന്നത്. അതിന്റെ ഈ ശബ്ദ സന്ദേശം കൂടി വരികയാണ്. ഇത് പോലീസിന് ഈ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് മറ്റു വിശദാംശം? അതുകൊണ്ടുകൂടിയല്ലേ ഇലക്ഷൻ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അതായത് മുഹമ്മദ് ബിലാലിൻ്റെ അമ്മയ്ക്ക് ലഭിക്കേണ്ട ESI ആനുകൂല്യം ലഭിക്കാതിരിക്കുകയും ഈ ESI ആനുകൂല്യം വ്യാജ ഫോർജറി ചെയ്തതാണെന്നും ഇത് ഫോർജറി ചെയ്തത് അമൃത ബിൽഡേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതായത് KMLL കരാർ എടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ അമൃത ബിൽഡേഴ്സ്. അവരാണ് ഇത് ഫോർജറി ചെയ്തതെന്നും KML കണ്ടെത്തി. അത് ബിലാലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ബിലാൽ ജോലി ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ യൂണിയനായ STU യൂണിയനിലാണ് ബിലാൽ ജോലി ചെയ്യുന്നത്. ബിലാൽ ഇത്തരത്തിൽ ഈ പരാതിയുമായി ഈ കമ്പനിക്കെതിരെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ബിലാൽ ജോലി ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ യൂണിയനായ STUയിലെ നേതാക്കന്മാരായ STUയുടെ കൺവീനർ യൂസഫ് വടുതല, STUയുടെ വർക്കിംഗ് പ്രസിഡന്റ് കിണറുവിള സലാഹുദ്ദീൻ തുടങ്ങിയ ആളുകൾ ബിലാലിനെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത്. അതായത് ഈ അമൃത ബിൽഡേഴ്സിൻ്റെ പരാതിയിൽ നിന്നും പിന്മാറണം, ഈ പരാതിയുമായി മുന്നോട്ട് പോകരുത്, അങ്ങനെ മുന്നോട്ട് പോയാൽ റിട്ടൻഷൻ മണി അടക്കം തിരിച്ചു ലഭിക്കില്ല തുടങ്ങിയ ഭീഷണികളാണ് അവർ മുഴക്കുന്നത്. അതായത് KML ഇനി ഒരു കരാർ തൊഴിലാളിയായി തനിക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല, അതിൽ ബുദ്ധിമുട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ ചികിത്സിക്കാനായി ESI ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ നടന്ന ESIയുടെ പേരിൽ നടന്ന ഒരു ഫോർജറി കണ്ടെത്തുകയും പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഭീമമായ തുകയ്ക്ക് ആ മാതാവിനെ ചികിത്സിക്കുകയും ചെയ്തത്. ഇത് പരാതിയായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഈ ഭീഷണി ലീഗിൻ്റെ നേതാക്കന്മാർ, സ്വന്തമായ യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെ മുഴക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകും. അമൃത ബിൽഡേഴ്സിനെതിരെയുള്ള നിയമ നടപടി തുടരും. ഇതിപ്പോൾ KML ആണ് ഈ സംഭവം അന്വേഷിക്കുന്നത്. ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അതുപോലെ തന്നെ ഈ കമ്പനിക്കെതിരെയുള്ള ഈ അമൃത ബിൽഡേഴ്സിനെതിരെ അന്വേഷണം നടത്താനായി പ്രത്യേകമായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടെന്നും KML പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കമ്പനിയുടെ മറ്റ് തൊഴിലാളികളുടെ ESI പേപ്പറുകൾ പരിശോധിച്ചുകൊണ്ട് അതിലേതെങ്കിലും ഫോർജറി നടന്നിട്ടുണ്ടോ എന്നൊരു പ്രാഥമിക അന്വേഷണം കൂടി KML നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ യുവാവിനെ ഈ മുസ്ലിം ലീഗിൻ്റെ യൂണിയനായ STU യൂണിയനിൽ നിന്നും കടുത്ത ഭീഷണി നേരിടുന്നത്. എന്തായാലും ഈ യുവാവ് ഇതിൽ നിന്നും പിന്മാറില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ ഇതിൽ ഈ ഭീഷണി സന്ദേശം ഉൾപ്പെടെയുള്ളവ വെച്ച് പോലീസിനും പരാതി നൽകാൻ ബിലാൽ തീരുമാനിച്ചിട്ടുണ്ട്. രുജീഷ്.